നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഫട്നാവിസിനെ നാസിക്കിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്ധവ് താക്കറെയുടെ ശിവസേന. പിറ്റേന്ന് നാസിക്കിലെത്തി ഫട്നാവിസ്. നാണം കെട്ട ഉദ്ധവ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ നാസിക്കിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗത്തിന്റെ ഭീഷണി പാഴായി. ഞായറാഴ്ച തന്നെ നാസിക് സന്ദർശിച്ച് ഉദ്ധവ് താക്കറെ വിഭാഗത്തെ ഞെട്ടിക്കുകയായിരുന്നു ഫട്നാവിസ്. നേരത്തെ നിശ്ചയിച്ചതുപോലെ സിംഹസ്ഥ കുംഭമേളയുടെ ഒരുക്കങ്ങളെ കുറിച്ച് അറിയുന്നതിനായി നാസിക്കിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ഫട്നാവിസ് എത്തുകയായിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസിന്റെ സന്ദർശന വേളയിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാൻ വന്ന ശിവസേന താക്കറെ വിഭാഗം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതോടെ ഫട്നാവിസിനെ നാസിക്കിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന താക്കറെ ഗ്രൂപ്പിന്റെ ജില്ലാ തലവന്റെ ഭീഷണി പാഴായി. ദേവേന്ദ്ര ഫട്നാവിസിനെ നാസിക്കിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും ഫട്നാവിസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സിംഹസ്ഥ അവലോകന യോഗം നടത്താൻ അനുവദിക്കില്ലെന്നും താക്കറെയുടെ ശിവസേന ജില്ലാ മേധാവി DG സൂര്യവംശിയാണ് താക്കീത് നൽകിയത്. എന്നാൽ സിംഹസ്ഥ അവലോകന യോഗം നല്ല രീതിയിൽ നടക്കുകയും യോഗത്തിൽ നാസിക്കിൽ കുംഭമേള നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഉദ്ധവ് പക്ഷം ഇത്രത്തോളം ദുർബലമായി എന്നതിന്റെ തെളിവായിരുന്നു ഈ ഭീഷണിയെ വെല്ലുവിളിച്ച് ഫട്നാവിസ് പരിപാടിയിൽ പങ്കെടുത്ത സംഭവം. ഒരു കാലത്ത് ശിവസേന നേതാവ് ബാൽ താക്കറെ ഒരു ഭീഷണി ഉയർത്തിയാൽ അതിനപ്പുറമോ ഇപ്പുറമോ മുംബൈയോ മഹാരാഷ്ട്രയോ നീങ്ങില്ലായിരുന്നു. ഇപ്പോഴിതാ BJP ഉദ്ധവ് പക്ഷത്തെ ദുർബലമാക്കി യഥാർത്ഥ ഹിന്ദുത്വ ശക്തിയിൽ നേതൃസ്ഥാനം കൈയടക്കി കഴിഞ്ഞു. NCP നേതാവ് ശരത് പവാറിന്റെ ഗൂഢാലോചനയിൽ പങ്കായി മകനെ മന്ത്രിയാക്കുകയും സ്വയം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുകയും ചെയ്ത നിമിഷത്തിൽ ഉദ്ധവ് താക്കറെ എന്ന നേതാവ് വെറും അധികാരമോഹിയാണെന്നും ആദർശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത നേതാവാണെന്നും ഏറ്റവും അധികം അറിഞ്ഞത് ശിവസേനക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഉദ്ധവ് താക്കറെ പറയുന്ന ഒന്നിനും വാക്കിന് വിലയില്ല എന്ന് അവിടുത്തെ ശിവസേനാ പ്രവർത്തകരും മനസ്സിലാക്കി കഴിഞ്ഞു.